ഇന്ത്യ 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇന്ന്, അതായത് ഓഗസ്റ്റ് 14-ാം തീയതി, ഇന്ത്യ വിഭജനത്തിന്റെ മുറിവിന്റെ 79ാം വാർഷിക ദിവസമാണ്. ലോകത്തെ ഏറ്റവും വലിയ കുടിയേറ്റവും ഒക്കെ നടന്ന വർഷമായിരുന്നു 1947. അന്ന് 20 ലക്ഷത്തോളം പേരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ വിഭജനത്തിലേക്ക് നയിച്ചതിന്റെ കാരണവും ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെ വിഭജിക്കപ്പെട്ടു എന്നതിന്റെ കഥ ഇന്നും രാജ്യത്തെ ജനങ്ങളിൽ വലിയ രീതിയിൽ അമ്പരപ്പുണ്ടാക്കുന്നതാണ്. വെറും 5 ആഴ്ച കൊണ്ടാണ് വിഭജന രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. അതാകട്ടെ, ഇന്ത്യ ഒരിക്കൽ പോലും കാണാത്ത ഒരു വ്യക്തിയായ സർ സിറിൽ റഡ്ക്ലിഫ് എന്ന വ്യക്തിയാണ് ലണ്ടനിൽ ഇരുന്നു കൊണ്ട് വെറും 5 ആഴ്ച കൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന അതിർത്തി രേഖ വരച്ചെടുത്തത്. 1947 ജൂൺ 3-ന് മൗണ്ട് ബാറ്റൻ വിഭജന പദ്ധതി പ്രഖ്യാപിച്ചപ്പോഴേക്കും ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള ബ്രിട്ടീഷ് പിന്മാറ്റവും അത് വളരെ ത്വരിതഗതിയിലേക്ക് മാറുകയായിരുന്നു. കാലഹരണപ്പെട്ടിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ വളരെയധികം സെൻസസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 1947 അതിർത്തി കമ്മീഷൻ പ്രവിശ്യകളെ പ്രധാനമായും മതപരമായ അടിസ്ഥാനത്തിൽ വിഭജിക്കേണ്ടി വന്നു എന്നതാണ് മറ്റൊരു വസ്തുത. പഞ്ചാബിലും ബംഗാളിലും സമ്മിശ്ര ജനസംഖ്യയും വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട കുടുംബാംഗങ്ങളും ഒരുമിച്ച് താമസിക്കുന്നുണ്ടായിരുന്നു. ഈ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന സാമൂഹികവും സാമ്പത്തികവുമായ ബന്ധങ്ങളെ അദ്ദേഹം അവഗണിച്ചുകൊണ്ടാണ് ഈ ഒരു രേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പഞ്ചാബിലെ സിഖ് ജനതയെ വിഭജിക്കുകയും മുസ്ലിം ആധിപത്യമുള്ള ഗുരുദസ്തർ ജില്ല ഇന്ത്യക്ക് നൽകുകയും ചെയ്തു. ഇത് പാകിസ്ഥാനെ വളരെയധികം അതൃപ്തിപ്പെടുത്തുകയാണ് ഉണ്ടായത്. വിചിത്രമെന്ന് പറയട്ടെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തിന് 2 ദിവസത്തിനും പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന് 3 ദിവസത്തിനും ശേഷമായിരുന്നു വിഭജന പദ്ധതി പരസ്യമാക്കിയത്. തുടർന്നുള്ള ദിവസങ്ങളിലും മാസങ്ങളിലും ഒക്കെ ഉണ്ടായ തുടർചലനങ്ങൾ അതിഭയാനകം നിറഞ്ഞതായിരുന്നു. അഭയാർത്ഥികളെ കൊണ്ട് നിറഞ്ഞ ട്രെയിനുകൾ റെഡ് ക്ലിഫ് ലൈനിലൂടെ തന്നെ വളരെയധികം ഇരമ്പലോട് കൂടിയിട്ടാണ് അവിടെ നിന്നും ചലിച്ചത്. മിക്ക യാത്രക്കാരും അവിടെ മരിച്ചു വീഴുന്നു. മരിച്ചവരുടെ കണക്കുകളാകട്ടെ 2 ലക്ഷം മുതൽ 20 ലക്ഷം വരെയായിരുന്നു. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കുടിയേറ്റമായിരുന്നു അന്ന് നടന്നതും. അതിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥയും വന്നു. ഈ പ്രക്രിയ സൃഷ്ടിച്ചത് ഏറ്റവും വലുതും ദൈർഘ്യമേറിയതുമായ സംഘർഷത്തിലേക്കായിരുന്നു. അതായത് ജമ്മു കാശ്മീരിനെ ചൊല്ലിയായിരുന്നു ആ സംഘർഷം നടന്നത്. 2 രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷമായിരുന്നു. പക്ഷേ പാകിസ്ഥാനിൽ നിന്നുള്ള ഗോത്രവർഗ്ഗക്കാർ പ്രദേശം ആക്രമിക്കുകയും അതിൻ്റെ ഹിന്ദു ഭരണാധികാരി ഇന്ത്യയിൽ ചേരുകയും അത് ചെയ്യുന്നവരെ സ്വതന്ത്രമായി തന്നെ തുടർന്നു. ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആദ്യത്തെ യുദ്ധത്തിന് കാരണമാവുകയും കാശ്മീരിനെ അവരുടെ ബന്ധത്തിലെ ഏറ്റവും അസ്ഥിരമായ ഒരു പൊട്ടിത്തെറിക്കായി അല്ലെങ്കിൽ അത്തരമൊരു അവസ്ഥയിലേക്ക് ഉറപ്പാക്കുകയും ചെയ്യുകയായിരുന്നു. 79ാമത് വർഷത്തേക്ക് അതിനുശേഷവും ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം തിടുക്കത്തിലുള്ള ഒരു തീരുമാനങ്ങളുടെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കുന്നതിൻ്റെയും അനന്തര ഫലങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമായി ഇന്നും തുടർന്നു പോരുന്നു. സർ സിറിൽ റഡ്ക്ലിഫ് തൻ്റെ ഭൂപടങ്ങൾ സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പോയെങ്കിൽ പോലും ആ രേഖയിൽ ജീവിക്കുന്നവർ അന്നു മുതൽ അതിൻ്റെ ചങ്ങലയ്ക്കുള്ളിൽ തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.